പറഞ്ഞത് രേണുസൂതി മാത്രം വരുന്നു കുത്തി പോലെ കളിക്കുന്നത് CCTV പോലെ കളിക്കുന്നു. ഇതിനെ പറ്റി ചേച്ചി ചോദിക്കാം. ഞാൻ പറയാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാനെറ്റിന്റെ താഴെ എഴുതി ചോദിക്കുമോ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത്. രേണു ചേച്ചി ആണെങ്കിലും ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കണ്ടന്റുകൾ വെച്ച്. പക്ഷെ പുള്ളിക്കാരെന്തോ ഒരു വിഷയത്തിൽ അങ്ങ് നിന്നുപോയി എന്നുള്ളതാണ്, ഹെയറിന്റെ വിഷയത്തിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം സരിക, കലാഭവൻ സരിക എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ചാനലുകാർക്ക് കൊടുത്തൊരു കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ അകത്തെ കാര്യങ്ങളും അതുപോലെ രേണുസുദിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും രേണുസുദിനെ പറ്റിയിട്ട് ചോദിക്കാനേ ഉള്ളൂ. ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായാലും പുറത്ത് എയർപോർട്ടിൽ എത്തിയാലും ആദ്യം ചോദിക്കുന്ന ഒരു പേര് രേണുസുതി. രേണുസുതിയുടെ ഗെയിം എങ്ങനെ ഉണ്ടാകത്ത്, രേണുസുതി എങ്ങനെ ഉണ്ടാകത്തെന്നാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു രേണുസുതി. രേണുസുതിയുടെ അകത്ത് ചെന്നിട്ട് രേണുസുതി എന്ത് ചെയ്യും, എങ്ങനെയുള്ള ഗെയിം ആയിരിക്കും പുള്ളിക്കാരി കളിക്കുന്നത്, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ, ബിഗ് ബോസ് എടുത്ത് തല കീഴായി മറിച്ചു വയ്ക്കുമോ എന്നൊക്കെയായിരുന്നു ഒരുപാട് പേര് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റി. പുള്ളിക്കാരി അവിടെ ചെന്നിട്ട് ആകെ പുള്ളിക്കാരി ഇല്ല വെള്ളത്തിയിട്ട ഓലപ്പടക്കം പോലെയുള്ള അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും ചാനലുകാർ സരികെടുത്ത് രേണുസുദിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടുകൊണ്ടാം. രേണുസൂതിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കണം? ലാലേട്ടന്മാർ ഇന്നലെ പറഞ്ഞത് രേണുസൂതി മാത്രം വരുന്നു കുത്തി പോലെ കളിക്കുന്നത് CCTV പോലെ കളിക്കുന്നു. ഇതിനെ പറ്റി ചേച്ചി ചോദിക്കാം. ഞാൻ പറയാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാനെറ്റിന്റെ താഴെ എഴുതി ചോദിക്കുമോ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത്. എനിക്കറിയാമെങ്കിൽ ഒറ്റ വാക്ക് പോരെ, ഒറ്റ വാക്കിൽ എന്തുകൊണ്ട് അങ്ങനെ കളിക്കുന്നു? രേണുസുതിക്ക് ഒരുപാട് ഇതുണ്ട്. രേണുസുതി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു. കാരണം എന്തായാലും ആ മറുപടി കൊള്ളാം. ഏഷ്യനെറ്റിന്റെ അടിയിൽ ചെന്നിട്ട് എഴുതി ചോദിക്കും രേണുസുതി എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അത് കൊള്ളാം, നല്ലൊരു മറുപടിയാണ്. ആ തഗ് കൊള്ളാം കേട്ടോ. അപ്പം പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് തന്നെ, ഈ ഒരു പ്ലാറ്റ്ഫോം രേണുസുതിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമേ അല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നാൽ പുള്ളിക്കാരി ഈ ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആണല്ലോ പുള്ളിക്കാരി ഇത്രയും ഇതൊക്കെ കാണിച്ചു കൂട്ടി, ഇത്രയും കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരിയോട് ഇപ്പം സഹതാപമാണ് തോന്നുന്നത് കേട്ടോ. സഹതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ബിൻസി ഇറങ്ങിയ സമയത്തും RJ ബിൻസി ഉണ്ടല്ലോ, പുള്ളിക്കാരിയും രേണുസുദിനെ പറ്റിയിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്. രേണുസുദിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല, രേണുസുതി ഒരു സാധാരണയായിട്ടുള്ളൊരു പെൺകുട്ടി, ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് ബിൻസിയും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിന് വേണ്ടിയിട്ടാണല്ലോ, ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണല്ലോ ഈ രേണുസുതി ഇത്രയും, കാരണം ഈ കാറ്റുകൂട്ടലും അതും ഇതും കാണിച്ച് ആൾക്കാരെ വെറുപ്പിച്ച് നെഗറ്റീവ്സ് ഉണ്ടാക്കി അകത്തോട്ട് ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളിക്കാർ ഇത്രയും അങ്ങ് തരം താന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സഹായിച്ചവരെല്ലാം തള്ളിപ്പറഞ്ഞു, അത് എല്ലാം ഈ ഒരു ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും ഗെയിം പോലും കളിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും ഇവർ കാട്ടിക്കൂട്ടിയതെല്ലാം വെറുതെ ആയില്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്രയൊക്കെ ചെയ്തത് അതൊരു വെറും പാഴായിപ്പോയിന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇപ്പം ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണെന്ന്. അപ്പോൾ ആ ലക്ഷ്യം വെച്ച് ഇവർ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം വെച്ചിട്ട് അവിടെ ചെന്ന് കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കപ്പടിക്കാം എന്നൊരു ലക്ഷ്യം വെച്ചിട്ടല്ലേ ഇവർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. കാരണം അതിലോട്ട് കയറണമെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ റീച്ചും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ റീച്ച് ഉണ്ടാവണമെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ബിഗ് ബോസിലോട്ട് എത്തിപ്പെടാൻ പറ്റൂ. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ച് അപ്പോൾ അത് മാക്സിമം ഇവർ മുതലെടുത്ത് ഇതിന് വേണ്ടിയിട്ടൊക്കെ മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഗെയിം കളിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വെറുതെ ആയില്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിപ്പം സഹതാപമാണ് കേട്ടോ ഈ രേണുസുതിയോട് തോന്നുന്നത്. അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും പറ്റിയൊരു സംഭവം അല്ല. കാരണം അവരുടേതായ രീതിയിൽ അവർക്ക് വൈയായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി, എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. രേണുസുതിന്റെ ഞാൻ പറയില്ല. സരിക പറയുവാണ് ഞാനാണ് പുള്ളിക്കാരി വിചാരിച്ചെന്ന് ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനാണ് സാധാരണക്കാരി എന്ന്. പിന്നെയാണ് മനസ്സിലായത് എന്നെക്കാളും സാധാരണക്കാരി രേണുസുതിയാണെന്ന്. ഇത്രയും ഒരു സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവരോട് ദേഷ്യമില്ല കേട്ടോ. കാരണം ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരെ സഹായിച്ചവരെയൊക്കെ ഇവർ തള്ളിപ്പറഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് അതൊരു ഇതായിട്ട് തോന്നും. പക്ഷേ ഇപ്പം ഇവരോടൊരു സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഈ പരിപാടിക്ക് നിന്നത്, എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ പരിപാടിക്ക് നിന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഒരു പരിപാടിക്ക് നിന്നില്ലേലും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, അത് വേറെ കാര്യം. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ അതിനകത്ത് വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക്
മുമ്പോട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളായിരുന്നു. വേറെ ഒരു പരിപാടിക്ക് നിങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു, ഒരു പരിപാടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ടും ഈ ഒരു ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഇതൊന്നും കാഴ്ചവെച്ചില്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. അവസാനം പേൻ്റെ വിഷയത്തിൽ നാണവും കെട്ടും മാനവും കെട്ട് ഇല്ലാതാവുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പം ഈ ഒരു രേണുസുധിയുടെ ഒരു വിഷയത്തിൽ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ സാധാരണമാണ് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ വ്യക്തിപരമായിട്ട് ഇവരോടൊന്നും നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ കാണിക്കുന്നത് അതിനോടാണ് നമുക്ക് ഇഷ്ടക്കേട്, അറിയാമോ? ഇപ്പോൾ ഇനി മിൻസിയും ഇവരെ പറ്റിയിട്ട് RJ മിൻസി ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ എന്തായാലും കേട്ട് നോക്കാം. സത്യം പറയാലോ, എനിക്ക് രേണു ചേച്ചിനെ ഇഷ്ടമാണ് കേട്ടോ. കാരണം ചേച്ചി ഗെയിമിന്റെ രീതിയിൽ മറ്റു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ചേച്ചി അവിടെ ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് പുള്ളിക്കാരി ഭയങ്കര പാവമായിട്ട് നമ്മുടെ സംസാരിക്കുന്നതൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രേണു ചേച്ചിനെ കുറിച്ച് എനിക്ക് അതാണ് അഭിപ്രായം. കാരണം എപ്പോഴും പുള്ളിക്കാരി വീട്ടിൽ പോകണം അല്ലെങ്കിൽ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അവിടെ എന്തൊക്കെയോ ശ്രമിക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല പുള്ളിക്കാരിക്ക് എന്താ അവിടെ പറ്റുന്നതെന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറയില്ല ഇങ്ങനെ പോരാ, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കണം, കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും? പറയാറുണ്ട് എല്ലാവരും. എടേ, ഈ പറയുന്ന രേണുസുധി കൂടി ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? കാരണം ഇവർ ചിലപ്പം പച്ചയായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കും, നാട്ടിൻപുറത്തുകാരി ആയിരിക്കാം, അവർ പാവമായിരിക്കാം, ശരിയാണ്. പക്ഷെ ഇവരെ സഹായിച്ചിട്ടുള്ള കുറേ ആൾക്കാർ ഇവരെ വാ കൊണ്ട് തന്നെ അപമാനിക്കപ്പെട്ടൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എന്താണ് പറയുന്നത്? അതിനൊക്കെ എന്ത് മറുപടി പറയും? ഈ പറയുന്ന നമ്മൾ ആർക്കും ഇവരോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഇവരോട് ഒരു ദേഷ്യവും വൈരാഗ്യവും ഇല്ല. പക്ഷെ ഇവർ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് സമൂഹം ചർച്ച ചെയ്തു, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവർ സഹായിച്ചവരെയൊക്കെ അവഗണിച്ച് പറയുക, അപ്പം അങ്ങനെ അവരെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് സംസാരിക്കുക. അപ്പം ഇതെല്ലാം ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തുമാത്രം സപ്പോർട്ട് ജനങ്ങൾ തന്നെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സപ്പോർട്ട് ഇവർക്ക് കൊടുത്തതാണ് ജനങ്ങൾ. ഒരുപാട് സപ്പോർട്ട് കൊടുത്തു, ഒരുപാട് ജോലികൾ ഇവർക്ക് ആൾക്കാർ സ്പോൺസർ ചെയ്തു. സ്റ്റാർ മാജിക് ടീം വരെ ഇപ്പം അനൂപ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, രണ്ട് മൂന്ന് ജോലിയൊക്കെ കൊടുത്തിട്ട് പോലും വേണ്ടെന്ന് വെച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്വന്തമായിട്ട് അവർ കണ്ടെത്തിയ ഒരു ഇതിലോട്ട് അവർ പോവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഫുള്ള് നെഗറ്റിവിറ്റിയും പിന്നെ ആകെ അങ്ങോട്ട് ഒരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രേണു തരംഗമായിരുന്നു. ആ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചു കളഞ്ഞു. ഇപ്പം ഗെയിം കളിക്കുന്നില്ല, ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അത് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോയത്? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം സാധാരണ എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കാട്ടിക്കൂട്ടൽ നടത്തിയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ, ഇപ്പം സായി കൃഷ്ണ തന്നെ, സീക്രട്ട് ഏജന്റ് ആണ്, പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ PR കൊടുത്തിട്ടാണ് രേണുസുധി പോയിട്ടുള്ളത്. വേമണ്ടം PR കൊടുത്തിട്ട് പുള്ളിക്കാരുടെ ഇടയിൽ പൈസയൊന്നുമില്ല, പക്ഷേ അവിടുന്ന് വരുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ എന്തെങ്കിലും അവർക്ക് കൊടുക്കുമായിരിക്കും, അങ്ങനെയായിരിക്കും. അല്ലാതെ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസയൊന്നും പുള്ളിക്കാരുടെ ഇടയിൽ കാണത്തില്ല. പക്ഷെ നല്ല രീതിയിൽ PR കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ PR ടീം പോലും ഇപ്പം ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നില്ലെന്നാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, ഒരിടത്തും രേണുസുധിയെ പറ്റിയിട്ട് ഒന്നും വരുന്നില്ല. ഇവരെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് പോലും ഇപ്പം ആക്റ്റീവ് അല്ല. നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇടുമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ മുമ്പ് വെച്ചിട്ട് എൻ്റെ കസിനാണ് ആ വോട്ട് ചോദിച്ചുള്ള വീഡിയോ ഇട്ടത്. അപ്പം കസിനെ ഇനി ആരും ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് പറഞ്ഞ് ഞാനും ഒന്നും പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞതുകൂടി മിക്കവാറും PR അവർ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഈ തട്ടിയും മുട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 98 ദിവസം വരെ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പോകും. അതാണ് ഇനിയിപ്പം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ രേണുസുധി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പം നാദിറ മുമ്പേ ബിഗ് ബോസ് സീസണിലൊക്കെ ഉണ്ടായിരുന്ന നാദിറായും പുള്ളിക്കാരിയും രേണുവിനെ പറ്റി ഒരു കാര്യം പറയുന്നു, അതും കൂടെ ഒന്ന് കണ്ടുപോകുക. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചായിരുന്നു. എനിക്ക് ഇതിൽ കഴിഞ്ഞു എന്നുള്ളത്. അതിങ്ങനെ ഇപ്പം രേണു ചേച്ചി ആണെങ്കിലും ഞാൻ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കണ്ടന്റുകൾ വെച്ച്. പക്ഷേ പുള്ളിക്കാരെന്തോ ഒരു വിഷയത്തിൽ അങ്ങ് നിന്നു പോയി എന്നുള്ളതാണ്. ഹെയറിൻ്റെ വിഷയത്തിലായിരിക്കും. തലയിൽ മൊത്തം പേനാന്നൊക്കെ അത് അനുഭവിച്ചവർക്ക്, എനിക്ക് അനുഭവിച്ചിട്ടില്ല, അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ എക്സ്റ്റൻഷൻ ഞാനും വെച്ചിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കാർ വെച്ചത് അത് കറക്റ്റ് ഒരു പ്രോപ്പർ ഗൈഡ് വേണ്ട ഒരു സാധനമായിരുന്നു. വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയല്ലേ ചെയ്ത്, അതുകൊണ്ടായിരിക്കാം. കേട്ടല്ലോ, ഇതുപോലെ ഒരുപാട് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ ചെന്നിട്ട് എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എന്താണ് അവിടെ കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര്
എക്സ്പെക്ട് ചെയ്തൊരു വ്യക്തിയാണ് രേണുസുതി. അവിടെ ചെന്നിട്ട് ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ പുറത്തോട്ടിറങ്ങുമ്പോൾ എന്തുമായിരിക്കും, പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ ഫ്ലവറാണ് ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇപ്പോൾ രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ഇൻ്റർവ്യൂവിലേക്ക് ബിഗ് ബോസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ സുധിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷോയിൽ എത്തിയിട്ട് ഒന്നും കളിക്കാതെ മാറിയിരിക്കുകയാണ്. ക്യാമറ സ്പേസ് പോലും, ക്യാമറ പോലും പുള്ളിക്കാരി ഒന്ന് കാണുന്ന പോലും ഇല്ല. എവിടേക്കാണ് പോയി ഇരിക്കുന്നത് പോലും ഒരു പിടിയില്ല. സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിനെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരി സംസാരിക്കും. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകും, അത്രയും ആഗ്രഹം ഉണ്ടെന്നെല്ലാം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഒരു ഇതുപോലെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് രേണുസുതി അവിടെ ചെന്നാലും രേണുസുതി ആയിട്ട് തന്നെ നിൽക്കൂ എവിടെ ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കാട്ടിക്കൂട്ടലൊക്കെ നടത്തിയെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കി. ആ ഗെയിം എന്താണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രേണുസുതി അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടന്റ് ഇപ്പം രേണുസുതിക്ക് പുറത്ത് കൊടുക്കാം. രേണുസുതി ഇപ്പം പുറത്തുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്നൊരു ഷോയെക്കാളും കൂടുതൽ TRP പുറത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ചാനലിന് കിട്ടിയേനെ അല്ലേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഏഷ്യനെറ്റ് ടീമിന് മണ്ടത്തരം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏഷ്യനെറ്റ് ടീം വിചാരിച്ചത് രേണുസുതി അവിടെ നല്ല രീതിയിൽ TRP കൂട്ടി കൊടുക്കും. രേണുസുതി എന്ന് പറഞ്ഞാൽ ഒരു തുറുപ്പ് ചീട്ടാന്ന് വിചാരിച്ചിട്ടാണ് കണ്ടാൽ പുള്ളിക്കാരെ വിളിച്ചിട്ടുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ കാരണം അത്രയും തരംഗമായിട്ട് നിൽക്കുവാണല്ലോ. അത്രയും തരംഗമായിട്ട് നിൽക്കുന്ന വ്യക്തിയല്ലേ, നെഗറ്റീവ് കൊണ്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം ആ വ്യക്തിയെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇവരിരുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സഹതാപമാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടും. അപ്പോൾ സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.